എന്താ ഈ സമയത്ത് ഈ കുട്ടി ഇങ്ങനെ? ഈ ആവാസന്മാരുടെ ഏരിയയാണ് ഇത്. ഈ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. എനിക്ക് എന്റെ അച്ഛൻ ചട്ടി ഇങ്ങ് തിരിച്ചു തരണം. എന്റെ അച്ഛന്റെ ചട്ടി എന്തേ ഇല്ല. എന്റെ മൂന്നാറെണ്ണം അയേ കിടപ്പുണ്ട്. അതൊരു അച്ഛന് കൊടുക്കൂ വരുവാണെങ്കിൽ. അതല്ല, എന്റെ അച്ഛന്റെ കറച്ചട്ടി എനിക്ക് തിരികെ വേണം. എന്താ ഇത്? ഒരാൾ വന്ന് കൊണ്ടുവരിക, ബാക്കിയുള്ളവർ മേടിക്കാൻ വരിക. ഇതിപ്പോ ഞാൻ മേടിച്ച സാധനം ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു തരണേ? അതെ, നിങ്ങൾ ഇതുകൊണ്ട് എന്താ ചെയ്യാ? ഞങ്ങൾ ഇതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ കറക്കി കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പഴകഞ്ഞു കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ കുടിക്കും, അല്ലെങ്കിൽ ഇട്ട് അല്ലിയിട്ടങ്ങ് പൊട്ടിക്കും. ആയിക്കോളൂ, എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. മീൻകറി എന്ന 4 ലക്ഷത്തിന്റെ വിലയേറിയ നിങ്ങള് ഈ ചട്ടിയുടെ മഹത്വം അറിയില്ല. ഈ ചട്ടിയുടെ വില എന്താണെന്ന് അറിയില്ല. ഈ ചട്ടിക്ക് ഇപ്പൊ എന്താ വില ഉണ്ടാവും? അതിനൊക്കെ 40 രൂപ വില. 40 കൂടില്ല. 100 കൊല്ലം ഒറ്റക്കാലിൽ നിന്ന് അടുക്കള പണി ചെയ്താലും ഉപ്പും മുളകും പാകമായിട്ട് നിങ്ങൾക്ക് ഒരു കറി വെക്കാൻ, ഒരു മീൻകറി വെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. കഴിച്ചിട്ട് കൈ കഴിയാലും മണം മാറാത്ത മഹത്തായ ഗ്രേവി. അലഞ്ഞിട്ടുണ്ട് ഒരുപാട്. കോഴിക്കോടൻ മീൻകറി വെക്കണമെന്ന് ആഗ്രഹവുമായി ചെന്ന് കയറിയത് ഒരു ഷാപ്പുകാരന്റെ മുന്നിൽ. ആവശ്യം അറിയിച്ചപ്പോ ചമ്മന്തി അരച്ച് കാണിക്കാൻ പറഞ്ഞു. കള്ളച്ചോറടിക്കുന്ന എനിക്കങ്ങനെ ചമ്മന്തി അടിക്കാൻ അറിയൂ. എവിടുന്ന്? ഒടുവിൽ പായസത്തിൽ ഉപ്പ് ചേർത്ത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുളിയും ഉപ്പും മുളകൊക്കെ വെച്ചിട്ടൊരു അരപ്പ് അങ്ങോട്ട് കാച്ചി അരച്ചു തീരുന്നതിന് മുമ്പേ ചേർത്ത് നിർത്തി. എന്നിട്ട് ഒറ്റ ചോദ്യം, തേങ്ങ ഇല്ലാതാണോടാ നാറി ചമ്മന്തി അരയ്ക്കുന്നതെന്ന്. പിന്നൊന്നും നോക്കിയില്ല. ഗുരുവിന്റെ കണ്ണിൽ ഒരു പിടി മുളകോടി മാരിയിട്ട് ഓട്ടം തുടങ്ങി. ഇന്ന് നിലയ്ക്കാത്ത പ്രവാഹം. സബ്രോങ്കി മീൻകറി ലേശം ഉപ്പ് ജാസ്തി കരം ഹോ.